ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്കിലെ ഒരു അടിപൊളി പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശനെയാണ് കാണിക്കുന്നത്. പ്രകാശനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ മക്കൾക്ക് 3 പേർക്കും ഭക്ഷണമൊക്കെ വാരിക്കൊടുത്ത് തിരുവോണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ച സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക. പ്രകാശൻ്റെ മനസ്സിലെ സന്തോഷവും മുഖത്തെ ചിരിയും ഒക്കെ കണ്ടപ്പോൾ നമ്മുടെ കല്യാണിയും കിരണും കൂടെ പറയുക, എന്നാ പിന്നെ അച്ഛൻ ഇവിടെ തന്നെ താമസിച്ചോ? ഏയ് വേണ്ട മോനെ, അത് വേണ്ട, ഞാൻ തെരുവിലോ മറ്റോ കിടന്നോളാം. അതെന്തിനാ തെരുവിൽ കിടക്കുന്നേ? ഇവിടെ കല്യാണിക്ക് വീടുണ്ട്, കാദംബരിക്കും വീടുണ്ട്, പിന്നെ തെരുവിൽ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വേണ്ട മോനെ, ഞാൻ ആർക്കും ശല്യമാവാൻ ശ്രമിക്കുന്നില്ല, അതിന് എനിക്ക് താല്പര്യവുമില്ല. ഒരുപാട് ഞാൻ അർഹിക്കാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ താമസിക്കണമെന്നോ നിങ്ങളുടെ വീട്ടിൽ കയറി താമസിച്ച് നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കണമെന്നോ എൻ്റെ മനസ്സിലില്ല. എൻ്റെ മനസ്സിൽ എന്താണെന്നറിയാമോ? വല്ലപ്പോഴൊക്കെ ഇതുപോലെയുള്ള ഫംഗ്ഷനുകൾ വരുമ്പോൾ എന്നെ കൂടെ ഒന്ന് വിളിക്കണം. എന്തിനാണെന്നറിയോ? കുഞ്ഞുനാളിലെ എൻ്റെ മോളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ, എൻ്റെ പെൺമക്കളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം ഞാനത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മരിക്കുവോളം എൻ്റെ പെൺമക്കൾ എൻ്റെ കൂടെ വേണമെന്ന്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി വരുമ്പോൾ എന്നെ പുറത്തുനിന്നെങ്കിലും ഒന്ന് കാണാൻ അനുവദിച്ചാൽ മതി. ഭക്ഷണം എന്തെങ്കിലും നല്ല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. എൻ്റെ മക്കളോടൊപ്പം ഇരുന്ന് എനിക്ക് കഴിക്കാനാന്നേ എന്നൊക്കെ പ്രകാശം പറയുക. അപ്പോൾ ലക്ഷ്മിയും ദീപയും ആര് കണ്ടു ഇത് അഭിനയമാണോ ഇല്ലയെന്ന്? ഒരിക്കലും അല്ല കേട്ടോ ലക്ഷ്മി, ഞാൻ ഒരിക്കലും അഭിനയിക്കുന്നതല്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറയുക ദീപേ, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറയുക. ഇപ്പം പെൺകുട്ടികളാണ് എനിക്കെല്ലാം. പെൺകുട്ടികളെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. അവരെ പോലെ ഇനി എനിക്ക് വേറെ ആരുമില്ല. മകനെ സ്നേഹിച്ച ഒരച്ഛനാണ് ഞാൻ. ആ മകനെ മാത്രം സ്നേഹിച്ച മകനാണെല്ലാം. മകനുണ്ടെങ്കിൽ ഇനി ഒന്നും അറിയണ്ടെന്ന് വിചാരിച്ചു. ഉണ്ടെങ്കിൽ ഇനി ഒരിക്കലും ദുഃഖം അറിയില്ല എന്ന് കരുതിയ അവനെ വളർത്തിയത്. മകൻ ജനിച്ചാൽ ആ അച്ഛനും അമ്മയും രാജാവും രാജകുമാരിയാണെന്നൊക്കെയാണ് ചിന്തിച്ചത്. പക്ഷേ അതൊക്കെ മാറ്റി എഴുതി. എല്ലാം ദൈവങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നു. എൻ്റെ അമ്മയാണ് ആൺമക്കളെ സ്നേഹിക്കാനും പെൺമക്കളെ വെറുക്കാനും എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ മകളുടെ മുഖത്തേക്ക് ഞാനൊന്നും നോക്കിയിട്ട് പോലുമില്ല. പക്ഷേ കല്യാണി രണ്ടാമത് ജനിച്ചതുകൊണ്ടാണ് കേട്ടോ എനിക്ക് അവളോട് കൂടുതൽ ദേഷ്യമായത്. ആദ്യം ജനിച്ചത് പെണ്ണായതുകൊണ്ട് ഞാൻ ഇത്തിരി ഇതൊക്കെ കാണിച്ചു. രണ്ടാമതും പെൺകുട്ടി ജനിച്ചപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. എല്ലാം കൊണ്ടും ഞാനിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് മക്കളെ. അച്ഛന് സന്തോഷമായി, ഒരുപാട് സന്തോഷമായി കേട്ടോ. നിങ്ങളാരും പേടിക്കുന്നത് പോലെ ഞാൻ എൻ്റെ മക്കളെ കൊല്ലില്ല. കല്യാണിയും കാർത്തികയും കാദംബരിയും ഇനി എനിക്ക് വേണം. ജീവിതകാലം മുഴുവനും അവരെ ഒന്ന് കണ്ടാൽ മതി. അവരെ ബുദ്ധിമുട്ടിപ്പിക്കാനോ വേദനിപ്പിക്കാനോ അല്ല, അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ. അവരുടെ സന്തോഷമാണ് ഇനി എനിക്ക് വലുത്. ഈ അച്ഛൻ എന്നും പ്രാർത്ഥിക്കും എൻ്റെ മക്കൾക്ക് വേണ്ടി. എന്നും ക്ഷേത്രത്തിൽ പോകും. ആദ്യമൊക്കെ ക്ഷേത്രത്തിൽ പോകുന്നത് മോള് മരിക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കാനായിരുന്നു. എന്നാൽ ഇല്ല, ഇപ്പം ഞാൻ പോകാൻ പോകുന്നത് എൻ്റെ മോൾക്ക് ദീർഘായുസ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാനാ. ദൈവങ്ങളോട് ഞാൻ പറയും എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കാനുണ്ടെങ്കിൽ അതെനിക്ക് സംഭവിച്ചാൽ മതിയെന്ന്. അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ പോകാൻ ഒരുങ്ങുക. അച്ഛ പോകണ്ട അച്ഛ, ഇന്നൊരു ദിവസം ഇവിടെ നിന്നിട്ട് പോവാം. വേണ്ട മക്കളെ, എന്നെ വിശ്വാസം ഇല്ല ഇവിടെയുള്ളവർക്ക് ആർക്കും. അച്ഛനങ്ങനെ നിൽക്കണമെന്ന് താല്പര്യവുമില്ല. അച്ഛൻ വന്നത് അച്ഛൻ പറഞ്ഞല്ലോ, ഒരു നേരത്തെ ആഹാരം എൻ്റെ മക്കൾക്ക് വാരിത്തരാൻ വേണ്ടിയാ. അച്ഛന് ഒരുപാട് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആ ആഗ്രഹം കൂടി വന്നു. കാരണം അച്ഛന് മനസ്സിലായി അച്ഛൻ്റെ തെറ്റ്. അച്ഛൻ ചെയ്ത തെറ്റ് അച്ഛന് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ആൺമക്കളെ ഒരിക്കലും സ്നേഹിക്കരുതെന്ന് അച്ഛൻ പറയില്ല, പക്ഷെ മര്യാദയ്ക്ക് വളർത്തണം. ഏതൊരച്ഛനമ്മമാരാണെങ്കിലും എനിക്കതേ പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ അങ്ങ് പോകാനൊരുങ്ങുക. അപ്പോൾ രതീഷ് അവിടെ നിന്നുണ്ട്. രതീഷേ, ദേ ഒരു കാര്യം ഞാൻ പറയാം, നീ ഒരു മകനാ, സത്യമാണ്. നിന്റെ അച്ഛൻ ചിലപ്പോൾ സ്നേഹിച്ചിട്ടുണ്ടാവും, നല്ലോണം വളർത്തിയിട്ടുണ്ടാവും, എന്ന് വഷളാക്കിയിട്ടില്ല. അതുകൊണ്ട് നീ നല്ലവനായി. പക്ഷെ അതുപോലെയാ കിരൺ മോനും. എന്നാൽ എൻ്റെ മോനെ ഞാൻ ചീത്തയാക്കി വളർത്തി. പെണ്ണുങ്ങളെ വെറുക്കാൻ ഞാൻ അവനെ പഠിപ്പിച്ചു. എൻ്റെ കാരണവന്മാരെന്നെ പഠിപ്പിച്ചത് ഞാൻ എനിക്ക് വേണ്ടപ്പെട്ടവരെ പഠിപ്പിച്ചു. അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങളോടൊന്നും എനിക്കൊരു ദേഷ്യവും ഇല്ലടാ. എല്ലാവരും എൻ്റെ മക്കൾ തന്നെയാണ്. നീയും കാദംബരി മോളും കല്യാണി മോളും കിരൺ മോനും കാർത്തിക മോളും ഒക്കെ എൻ്റെ മക്കളാണ്. നിങ്ങളെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് അച്ഛന് കണ്ണടച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ അങ്ങ് പോവുകയാണ്. കണ്ടോ ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ അച്ഛൻ അഭിനയിച്ചതല്ലെന്ന്, അച്ഛൻ്റെ സ്വഭാവം മാറിയെന്ന്. എന്നിട്ടും നിങ്ങളൊക്കെ ഒരുപാട് വേദനിപ്പിച്ചു. അമ്മയായാലും ലക്ഷ്മി അമ്മയായാലും ആ പാവത്തിൻ്റെ മനസ്സ് ഒരുപാട് വേദനിപ്പിച്ചു. മോളെ, എന്തൊക്കെയായാലും അയാൾ ചെയ്ത പാപങ്ങളൊന്നും പാപമല്ലാതെ ആവില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കണ്ണുടച്ചൊന്നും അയാളെ വിശ്വസിക്കണ്ട. എൻ്റെ അമ്മയെ കഷ്ടമുണ്ട് കേട്ടോ. ഇനിയും അച്ഛനെ ഇങ്ങനെ കുറ്റപ്പെടുത്തണ്ട. അച്ഛൻ പാവ, അച്ഛൻ മാറി.
അതെനിക്ക് നന്നായിട്ട് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് അച്ഛനെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അല്ലാതെ എനിക്കൊരു സമയം പിന്നീട് കാണിക്കുന്ന രാഹുലിനെയാണ്. രാഹുല് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ആരെയും കാണുന്നില്ല. ഇതെന്താ വാതിലൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കുക. എന്നിട്ട് രാഹുൽ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കിരണം കാണുക. അതേ, ഹലോ, പരോളിന് ഇറങ്ങിയല്ലേ? ആ അതെ, അവിടെ ഉള്ളവരൊന്നും അവിടെ ഇല്ല, ഭ്രാന്താശുപത്രിയില്ല. ഭ്രാന്താശുപത്രിയിലോ? എന്താ കിരൺ, എന്തു പറ്റി? എന്തു പറ്റിയെന്നോ? നിങ്ങൾ ചെയ്ത ദ്രോഹത്തിനുള്ള കൂലി നിങ്ങളുടെ മകൾക്ക് കിട്ടി. നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തു കൂട്ടിയത്. അതിനൊക്കെയുള്ള ശിക്ഷ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ മകളെ ഇപ്പം ഭ്രാന്താശുപത്രിയില്ല, ഷോക്ക് കൊടുത്ത് കിടത്തിയിരിക്കുക. എന്താ കാര്യം? എന്താ പറ്റിയതെന്ന് നിങ്ങളുടെ ഭാര്യ അവിടെ ഉണ്ടല്ലോ, പോയി ചോദിക്ക് എന്നും പറഞ്ഞുകൊണ്ട് കിരണങ്ങ് പോവുക. ഈ സമയം രാഹുൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ ശാരി ഉണ്ടായിരുന്നു. ശാരിയെ കണ്ടതും നമ്മുടെ രാഹുൽ, ശാരി എന്താ നമ്മുടെ മോക്ക് പറ്റിയത്? ഒന്നും പറയണ്ട, എല്ലാവരും കണക്കാ. ഞാൻ ചെയ്തതിനൊക്കെയുള്ള ശിക്ഷ ഞാനിപ്പോൾ അനുഭവിക്കുക. ഞാൻ മാത്രമല്ല, നിങ്ങളും കൂടെ ചെയ്ത ശിക്ഷയാണ് ഞാൻ അനുഭവിക്കുന്നത്. ഒറ്റയ്ക്കായി പോയത് ഞാനാ. നിങ്ങൾക്ക് ജയിലിൽ സുഖിക്കാം, ഇവൾക്ക് ഇവിടെ കിടന്ന് ഇങ്ങനെ സന്തോഷിക്കാം. ഇവൾക്ക് അറിയില്ലല്ലോ ഇവളിപ്പോൾ ആരാണ്, എന്തിനിവിടെ കിടക്കുന്നതെന്നൊന്നും. എന്തെങ്കിലുമൊക്കെ പിച്ചുമ്പേയും പറയും. ചിലപ്പോൾ എൻ്റെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിക്കും. എന്നെ അങ്ങോട്ട് കൊന്നിരുന്നെങ്കിലോ എന്ന് ഞാൻ ചിന്തിക്കും. ചില സമയത്ത് എന്തെങ്കിലും ചെയ്ത് ചാകാലോ എന്ന് വരെ ചിന്തിക്കും. എന്താ ശാരി, എന്താ ഉണ്ടായത്? അവനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞു. അവൾ സ്വയം കണ്ടെത്തിയതാ മനോഹർ ആരാണെന്നും എന്താണെന്നും ഒക്കെ. എല്ലാം അറിഞ്ഞതിന് ശേഷം അവൻ്റെ തലക്കിട്ടടിക്കുമായിരുന്നു. ഒരു ഇരുമ്പ് വടിയും വീട്ടിൽ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ വടിയെടുത്ത് ഇവൻ്റെ തലക്കിട്ടടിച്ച് അവനെ കൊല്ലാൻ നോക്കി. എന്നിട്ട് അവൻ ചത്തോ? ചത്തില്ല. അവനെ കിരണും കല്യാണിയും കൂടെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ഇതേ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് എന്നു നമ്മുടെ ശാരി പറയുക. അപ്പോൾ സരയു രാഹുലിനെ കണ്ടിട്ട്, ആരാടാ നീ? ആരാ? നിന്റെ ഇവിടെ എന്താ പറ്റിയേ? ആരെങ്കിലും അടിച്ചോ? ഓ, എന്നാൽ ഞാനും കൂടെ ഒരടി തരട്ടെ എന്നും സരയു ചോദിക്കുക. അത് കേട്ടത്, മോളെ അച്ഛനാ മോളെ. അച്ഛനോ? ആരുടെ അച്ഛനാടാ? നീ ആരുടെ അച്ഛനാടാ? പോടാ, എൻ്റെ മുറിയിൽ നിന്ന് പോടാ എന്നും പറഞ്ഞുകൊണ്ട് രാഹുലിനെ ഓടിച്ചു വിടുക. ഈ സമയം നമ്മുടെ ശാരി പുറത്തേക്കല്ലോ. ദേ, ഞാൻ പറഞ്ഞില്ലേ ഇതാ മോളുടെ അവസ്ഥ. ചില സമയത്ത് എന്നെ നോക്കി ചോദിക്കും, നീ ആരാടിയെന്ന്. ഞാൻ ആരാണ്, അമ്മയാണെന്ന് പറയുമ്പോൾ എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കും. എന്നെ കുത്തിപ്പിടിക്കല്ലേ മോളെ, ഞാൻ നിൻ്റെ അമ്മയാണെന്ന് പറയുമ്പോൾ സ്വയം കഴുത്തിന് കുത്തിപ്പിടിക്കും. എന്നിട്ട് ചാകാൻ നോക്കും. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. പേടിച്ച ഓരോ സമയവും ഞാൻ അവളുടെ അടുത്തിരുന്ന് കഴിഞ്ഞു കൂടുന്നേ. എല്ലാം ശിക്ഷയാ, ശാപമാ. നിങ്ങൾ ചെയ്ത പാപത്തിനുള്ള ഫലമാ. എല്ലാം കൊണ്ടും ഞാൻ ആകെ തകർന്നു പോയി. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ശാരി കരയുക. ഈ സമയം രാഹുൽ ദേഷ്യം കയറി നേരെ മനോഹറിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എടാ ദ്രോഹി, എടാ നാറി, എൻ്റെ മോള് ഈ അവസ്ഥയ്ക്കാകാൻ കാരണക്കാരൻ നീയല്ലേടാ. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇറങ്ങിപ്പോകാൻ. എന്നിട്ട് നീ എന്താ അവളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകാതിരുന്നത്? അവളെ നീ ആകെ തകർത്തൂല്ലേ? എൻ്റെ മോളെ നീ ഭ്രാന്തിയാക്കിയല്ലേ? നീയും ഇനി ജീവിക്കണ്ടടാ. എൻ്റെ മോള് നിനക്ക് വിട്ടു നൽകിയ ജീവനേത്. കുറച്ച് അവശേഷിച്ച ഈ ജീവൻ കിരണും കല്യാണി നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് നീ രക്ഷപ്പെട്ടു. പക്ഷേ ഇനി നീ ജീവിക്കണ്ട. എൻ്റെ മോളെ ഈ അവസ്ഥയിലാക്കിയിട്ട് നീ ഇനി ജീവിക്കുകയേ വേണ്ട. ഞാൻ പറഞ്ഞല്ലോ സാർ, ഞാൻ ഇനി ഒരു തെറ്റിനുമില്ല. എല്ലാം മതിയാക്കി. ഇനി ഒന്നിനുമില്ല. ഒരാൾക്കാരെയും ഞാനിനി ചതിക്കില്ല, ഒരു പെണ്ണുങ്ങളെയും വഞ്ചിക്കില്ല. വേണ്ടടാ, നീ വഞ്ചിച്ചിടത്തോളം മതി. നിന്റെ അവസാനം കണ്ടിട്ടാ ഞാൻ ഇനി ജയിലിലേക്ക് തിരിച്ചു പോകും. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു തെറ്റും ചെയ്യില്ല. ഇനി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുള്ളൂ എന്നാ അവിടെ പറഞ്ഞിട്ട് വന്നത്. പക്ഷേ എനിക്കിനി മരിച്ചാലും കുഴപ്പമില്ലടാ. എൻ്റെ മോളെ ഇനി അവസ്ഥയിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. തൂക്കി കൊന്നോട്ടെ എന്നെ അവർ. നിന്നെ തകർക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ കുടുംബജീവിതം തകർത്തതിനേക്കാൾ നല്ലത് നീ മരിക്കുന്നതാടാ. നീ എൻ്റെ ജീവിതം തകർത്തില്ലേ, നീ മരിക്കടാ, നീ ജീവിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ മനോഹറിൻ്റെ കഴുത്തിൽ ബലമായിട്ട് അങ്ങ് അമർത്തി പിടിക്കുക. ശ്വാസം മുട്ടി മനോഹർ പരമാവധി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ ഒരു രക്ഷയുമില്ല. രക്ഷപ്പെടാൻ പോലും രാഹുൽ സമ്മതിച്ചില്ല. കൈ നന്നായിട്ട് അമർത്തി മുറുക്കി വരിഞ്ഞ് മനോഹറിന് ശ്വാസം പോലും വിടാൻ പറ്റാത്ത അവസ്ഥയിൽ നെക്കിക്കൊണ്ടേയിരിക്കുക. ഈ സമയം കണ്ണിലെ കൃഷ്ണമണികളെല്ലാം മേപ്പോട്ട് വന്ന് മനോഹർ സീരിയസ് ആയി. എന്ത് ചെയ്യണമെന്നറിയാതെ
എൻ്റെ മോളുടെ ജീവിതം തകർത്തവനാ നീ എത്രയോ പെൺകുട്ടികളുടെ ജീവിതം തകർത്തിട്ടുണ്ട്, ഇനി നീ ജീവിക്കണ്ടടാ, ചത്തുപോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ പരമാവധി ശ്രമിച്ചു, കുറേ അമർത്തി മനോഹർ മരണത്തിലേക്ക് പോവുകയാണ്. അതേ പ്രേക്ഷകരെ, ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചു വഞ്ചിച്ച മനോഹറിന്റെ കഥ ഇതോടുകൂടെ അവസാനിക്കുമോ, അതുമല്ല മനോഹർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് സരീവിനെ ചേർത്ത് പിടിക്കുമോ എന്നൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായും അടുത്ത ആഴ്ചയിലെ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാണണം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം. ആരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരത്തുമില്ല, അതിനാവശ്യം എനിക്കില്ല, മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ ഇങ്ങനെ ഇതാക്കണ്ട, ഞാൻ പറയുന്നത് സത്യമാണ്. എൻ്റെ കല്യാണി, നീ ഇങ്ങനെയൊക്കെ അയാളെ സ്നേഹിക്കുന്നുണ്ട്, നീ ഒന്നാലോചിച്ചേ. നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളവനാ, നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ളവനാ, നിന്നെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്, നിന്നെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്, നിന്നെ അടുക്കളയിൽ പോലും കയറ്റാതെ പശുവിൻ്റെ ഈ അഴുക്കും മൂത്രവും ചാണകമൊക്കെ ഉള്ളിടത്ത് നിന്നെ കിടത്തിയിട്ടുണ്ട്. അവിടെ ഇരുന്ന നീ ഓരോന്നൊക്കെ വരച്ചും കുത്തിയൊക്കെ ചിത്രം വരയ്ക്കാനൊക്കെ പഠിച്ചത്. അങ്ങനെയൊക്കെ ചെയ്ത ഒരു മനുഷ്യനെ നിനക്ക് എങ്ങനെയാണ് കല്യാണി സ്നേഹിക്കാൻ കഴിയുന്നേ? എൻ്റെ രതീഷേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു കുറ്റവാളി, ആ കുറ്റവാളിയെ തൂക്കിലേറ്റാൻ പോകുമ്പോൾ അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കും. അതുപോലെ അച്ഛനും അവസാനമായിട്ട് മാറിയപ്പോൾ നമുക്കൊരവസരം കൊടുത്തൂടെ? അച്ഛൻ മാറിയിട്ടില്ല എങ്കിൽ നമുക്കത് എങ്ങനെയെങ്കിലും മനസ്സിലാവും. ഇത് പക്ഷേ അച്ഛൻ മാറി, എനിക്കത് മനസ്സിലായി. അച്ഛൻ മാറിയില്ല, അച്ഛൻ്റെ ലക്ഷ്യം വേറെ ആയിരുന്നെങ്കിൽ ഇന്ന് അച്ഛൻ ഇവിടെ താമസിക്കാൻ വന്നിരുന്നതന്നെ, ഇന്ന് അച്ഛൻ ഇവിടെ താമസിച്ചിരുന്നതന്നെ. പക്ഷെ നമ്മൾ എത്ര നിർബന്ധിച്ചിട്ടും അച്ഛൻ താമസിച്ചില്ലല്ലോ. അതിനർത്ഥം അച്ഛൻ ഒരുപാട് മാറിയെന്ന. അച്ഛൻ്റെ ആ മാറ്റം എനിക്ക് മനസ്സിലാവും രതിയേട്ടാ. അതുമാത്രമല്ല, ഇനി വിക്രം എന്ത് പറഞ്ഞാലും അച്ഛൻ വിശ്വസിക്കില്ല. വിക്രം എന്ത് ചെയ്യാൻ വന്നാലും അച്ഛനതിന് കൂട്ടു നിൽക്കത്തുമില്ല. ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അച്ഛനൊപ്പം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണം തർക്കിക്കാം. ശരി, ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് വഴക്കും പ്രശ്നമാവണ്ട, വാ നമുക്ക് അകത്തേക്ക് പോയിരിക്കാം എന്നും പറഞ്ഞവരെല്ലാവരും അകത്ത് പോയിരുന്ന് ഇങ്ങനെ സന്തോഷത്തോടെ പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്യാം. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ്. രാഹുലിന് പരോള് കിട്ടിയിരിക്കുക. അപ്പോൾ ജയിൽവാസ സൂപ്രണ്ട് വന്നിട്ടാ, നിനക്ക് പരോള് കിട്ടിയിട്ടുണ്ട്, പോയി ഇവൻ കാണിച്ച പോലെ കുരുത്തക്കേടൊന്നും കാണിക്കരുത് കേട്ടോ. ഇല്ല സാറേ, ഞാൻ കുരുത്തക്കേടൊന്നും കാണിക്കില്ല. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ പരോളിന് പുറത്തു പോകുന്നത് എൻ്റെ മകളോടും എൻ്റെ കൊച്ചുമോളോടും എൻ്റെ ഭാര്യയോടും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനാ സാറേ. അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലേ ഇതുപോലെ കുറ്റമൊന്നും ചെയ്യാതെ അടങ്ങി ഒതുങ്ങി ജീവിക്കായിരുന്നില്ലേടോ. എന്തിനാ സ്വന്തം പെങ്ങളുടെ ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി മറിഞ്ഞിരുന്നത്? അത് വേറെ പകയാ സാറേ. അവൻ കാരണമാണ് എൻ്റെ പെങ്ങൾ പോലും എന്നെ മാറ്റി നിർത്തിയത്, എല്ലാവരും എന്നെ മാറ്റി നിർത്തിയത്. അതുകൊണ്ട് എനിക്ക് അവനോട് ഒട്ടും സിമ്പതി ഇല്ല സാറേ എന്നൊക്കെ പറയാം. ഇനി വീണ്ടും പോയി ആ സാറിനെ കൊല്ലാനോ മറ്റോ നിൽക്കണ്ട. അങ്ങനെ ചെയ്താൽ പിന്നെ നിനക്ക് പരോളൊന്നല്ല, ആരും നിന്നെ കാണാൻ വന്നാൽ പോലും കാണാൻ വിടില്ല, തൂക്കി കൊല്ലും ഇതിനകത്തിട്ട്, മനസ്സിലായല്ലോ? ശരി സാറേ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല സാറേ. എൻ്റെ മോളെയും എൻ്റെ കൊച്ചുമോളെയും കാണാനാ, എൻ്റെ ഭാര്യയും കാണാനാ ഞാൻ പോകുന്നത്, വേറൊരു തെറ്റും ഞാൻ ചെയ്യില്ല സാറേ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ശരി എന്നാ നീ പോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സൂപ്പറണ്ട് അങ്ങ് പോവുക. ഈ സമയം നമ്മുടെ രാഹുലാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. എടാ വിക്രമ, എനിക്ക് സന്തോഷമായടാ. അങ്കിള് പോകുന്നതൊക്കെ കൊള്ളാം. അങ്കിളിനൊരവസരം കിട്ടിയ എന്തായാലും ആ കല്യാണി തീർത്തേക്കണം കേട്ടോ. ഇല്ലടാ, ഇനി ഞാൻ ആരെയും ഉപദ്രവിക്കാനില്ല, നിങ്ങളുടെ കൂടെ നിൽക്കാം. നിങ്ങൾക്ക് പൈസ വല്ലതും വേണമെങ്കിൽ തരാം, പക്ഷെ ഒരിക്കലും ഇനി എനിക്ക് ഒരാളെ കൊന്നിട്ട് അകത്തേക്ക് വരാൻ പറ്റില്ലടാ. എടാ, ഇവിടെ കിടക്കുന്ന ഓരോ ദിവസവും എൻ്റെ നെഞ്ചിൽ നീറലാടാ. ഞാൻ എൻ്റെ മോക്ക് വേണ്ടിയാ എല്ലാം ചെയ്തത്. പക്ഷെ അവസാനം എനിക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണോടാ. ഇവിടുന്ന് ഈ ശിക്ഷ കഴിഞ്ഞ് എനിക്ക് പുറത്തിറങ്ങണം. ഇനി ആരോടും എനിക്ക് പകയോ പ്രതികാരമോ ഒന്നുമില്ല. എൻ്റെ മകളുടെ ജീവൻ എന്തായോ എന്തോ, ആ മനോഹരനെ എനിക്ക് കൊല്ലണം. അവനെ കൊന്നിട്ടേ എനിക്ക് ബാക്കിയുള്ള പകയിനേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക. ഗംഗേട്ട, അയാൾ പറഞ്ഞത് കേട്ടോ, ഇത്രയും നാളും നമ്മളെ എരിപിരി കയറ്റിക്കൊണ്ടിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ അയാൾ എന്തൊക്കെയാ പറഞ്ഞത്? കല്യാണിയെ കൊല്ലണം, കിരണിനെ കൊല്ലണം, മനോഹറിനെ കൊല്ലണം എന്നൊക്കെ. എന്നിട്ട് ഇപ്പം പറയുന്നത് കേട്ടോ, അയാൾക്ക് ആരെയും കൊല്ലണ്ട, അയാൾ രക്ഷപ്പെടണം, അയാൾക്ക് പുറത്തിറങ്ങണം, ശിക്ഷയ്ക്ക് ഇളവ് കിട്ടണമെന്നൊക്കെ. ഇതൊക്കെ അഹങ്കാരമല്ല ഗംഗേട്ട. സാരമില്ലടാ, വയസ്സായില്ലേ, നമുക്ക് കെട്ടിയോളും കുട്ടികളും ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്തായാലും അയാൾ ജീവിച്ചോട്ടെ. അയാളുടെ മോക്ക് വേണ്ടിയല്ലേ അയാൾ ഇത്രയും കഷ്ടപ്പെട്ടത്. അയാളുടെ മോളുടെ ഗതി എന്തായോ എന്തോ. മനോഹറിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, മിടുക്കനായ ആണുങ്ങളെ അവനെ പോലെ ഇരിക്കും. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. അവനൊരു പെണ്ണിനെ വേണമെന്ന് തീരുമാനിച്ച ആ പെണ്ണിനെ അവൻ നേടിയെടുത്തിട്ട് പിന്നെ കരകയറൂ. എത്ര ആഴത്തിൽ മുങ്ങി കുളിച്ചാലും
അവൻ ആ മീനിനെ കൊത്തിയെടുത്തിട്ടേ പിന്നെ പുറത്തേക്ക് വരും. പിന്നെ നേടിയെടുക്കേണ്ടതെല്ലാം നേടിയെടുത്തിട്ട് സാവധാനം അവൻ രക്ഷപ്പെടുകയും ചെയ്യും. കൊല്ലില്ല, അതുകൊണ്ട് രക്ഷപ്പെടാം. എൻ്റെ കൂട്ടുകാരനാടാ വിക്രം അവൻ. അങ്ങനെയുള്ളപ്പോൾ അവനെ കൊല്ലാൻ എനിക്ക് പറ്റില്ല. ഇയാൾ എത്ര കൊട്ടേഷൻ തന്നാലും അവനെ കൊല്ലാനോ അവനെ തള്ളിക്കളയാനോ എനിക്ക് കഴിയില്ല. ഒരു കാലത്ത് അവൻ എന്നെ രക്ഷിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് എനിക്ക് നന്ദിയേട് കാണിക്കാൻ പറ്റില്ലടാ വിക്രം. സാരമില്ല അങ്കിളെ, ഇയാളൊക്കെ കൂറുമാറും. ഇയാളുടെ കാര്യം സാധിച്ചു കഴിയുമ്പോഴേ ഇയാൾ പിന്നെ നമ്മളുടെ കൂടെ നിൽക്കത്തുമില്ല. ഇനി ഇയാൾ പറയുന്നൊന്നും കേൾക്കണ്ട ഗംഗേട്ടാ.